നമസ്കാരം. ചോര വീണ പുൽവാമയ്ക്ക് പകരം വീട്ടാൻ ഇന്ത്യയുടെ മുറവിളി ശക്തമാകുമ്പോൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും കരുതലോടെ നീങ്ങാനും വിദഗ്ധർ ഉപദേശിക്കുകയാണ്. കൊല്ലപ്പെട്ട ജവാന്മാരുടെ ജീവന് പകരം ജീവനെടുത്തോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ ഉണക്കാവുന്നതല്ല മുറിവുകൾ. രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് പിന്താങ്ങി ഇന്ത്യ എന്ന വികാരം ഒറ്റക്കെട്ടായി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് കാശ്മീരിനെ വീണ്ടും അസ്വസ്ഥമാക്കാനല്ല, ഇന്ത്യ പാക് അതിർത്തിയിൽ നിലയ്ക്കാത്ത ചോരയൊഴുക്കലിനല്ല, ശാശ്വതമായ ദേശീയ വിജയത്തിനാണ്. ആരെങ്കിലും ചില കൂട്ടർ വിഭാവനം ചെയ്ത ദേശീയതയല്ല കാശ്മീരികളും സകല ജാതി മതസ്ഥരും ഒരുമിച്ച് ചേർന്ന ഇന്ത്യൻ ദേശീയത. അതിന്മേൽ വിള്ളൽ വീഴ്ത്താൻ ചാവേറുകളായവർക്ക് ചുട്ട മറുപടി നൽകാൻ, ആ ദേശീയ വികാരം തിരിച്ചു പിടിക്കാനാണ് സർവകക്ഷികളുടെയും ഈ പിന്തുണ. രാജ്യം ഭരിക്കുന്നവർക്കുള്ള ഈ സന്ദേശം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ. പുൽവാമ തകർത്ത രാജ്യ സമാധാനം തിരിച്ചു പിടിക്കാൻ നയതന്ത്ര പരിഹാരം എന്ത്? ജനവികാരത്തിനൊപ്പമെന്ന് പറഞ്ഞ് ജീവന് പകരം ജീവനെടുക്കാൻ യുദ്ധം പ്രതീക്ഷിക്കുന്നവരുടെ ലക്ഷ്യം നിറവേറുമോ? തിരിച്ചടിയായത് കേന്ദ്ര സർക്കാരിന്റെ കശ്മീർ നയത്തിലെ ദുർബലതയോ? രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന നയത്തിന് പകരം കാശ്മീരികളെ ഒറ്റപ്പെടുത്തിയാൽ ആർക്കൊക്കെ പിന്തുണയ്ക്കാനാകും? തീവ്രവാദികൾക്കെതിരായ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഇന്ത്യക്കൊപ്പമെന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? പുൽവാമയ്ക്ക് മറുപടി എങ്ങനെയാണ് വേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് മുതിർന്ന നയതന്ത്ര വിദഗ്ധൻ ശ്രീ ടി.പി. ശ്രീനിവാസൻ, രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് ശ്രീ എസ്.കെ. സജീഷ്, ശ്രീ ശിവശങ്കർ, അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു എന്നിവർ. ടി.പി. ശ്രീനിവാസൻ, രാജ്യം ഒറ്റക്കെട്ടാണ്, പക്ഷേ ചില ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. ചോദ്യങ്ങൾ മാധ്യമങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നതും. ഈ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഈ പുൽവാമയിൽ ഉണ്ടായ ഈ അടിക്ക് ഒരു മറുപടി കൊടുക്കേണ്ടത് എന്നതാണ്. തിരിച്ചു ഒരു സർജിക്കൽ സ്ട്രൈക്കാണോ? ഇപ്പോൾ തന്നെ കശ്മീരികൾക്കെതിരെ വലിയ സമരം നടക്കുന്നു, യുദ്ധം നടക്കുന്നു, അവർക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. അവരുടെ പോലും പലയിടത്തെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജീവിതം അസ്വസ്ഥമാകുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള മറുപടികൾ ആണോ ഉണ്ടാകേണ്ടത്? ഈ പ്രശ്നത്തിൽ എന്താണ് അടിയന്തരമായി വേണ്ടതായി താങ്കൾ പറയുക? അത് 3 വഴികളാണുള്ളത്. 3 വഴികളും ഒരേ സമയത്ത് തന്നെ പിന്തുടരേണ്ടതുണ്ട്. ഒന്നാമത്തേത്, എങ്ങനെയാണ് മിലിറ്ററിലി ഒരു മറുപടി നൽകാൻ കഴിയുക എന്നുള്ളത്. അതാണിപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. ഒരു യുദ്ധത്തിന് തയ്യാറാണോ? യുദ്ധം ഉണ്ടായതുണ്ടെങ്കിലും പ്രയോജനമുണ്ടോ? യുദ്ധം നടത്താൻ നമ്മളെ ആരെങ്കിലും അനുവദിക്കുമോ എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ ഒരു വശത്ത്. രണ്ടാമത്തേത്, നയതന്ത്രപരമായി എന്ത് ചെയ്യാൻ കഴിയും? പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ കഴിയുമോ? പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ? അങ്ങനെ പാകിസ്ഥാനെ ഒരു ക്ഷീണിതമായ രാജ്യമാക്കിയാൽ ഒരുപക്ഷെ അവർ നമ്മൾ പറയുന്നത് ശ്രവിച്ചു എന്ന് വരാം എന്നുള്ള ഒരു കാര്യം. മൂന്നാമത്തേത്, കാശ്മീർ ഉള്ളിൽ തന്നെയുള്ള അതൃപ്തിയും അതുപോലെ അവരുടെ ആ നെഗ്ലക്റ്റിനെ പറ്റിയുള്ള പരാതിയും ഒക്കെ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ ഒരു ഭരണം പോലുമില്ല എന്നുള്ള സ്ഥിതിയാണ്. അവരുടേതായൊരു ഭരണമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അതൃപ്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളിൽ ഒരേ സമയത്ത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ ചെയ്യുന്നതും. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം 1998 വരെയാണെങ്കിൽ നമുക്ക് ഒരു യുദ്ധം നടത്തി കുറേ സ്ഥലം പിടിച്ചിട്ട് അവരോട് അതിന് ശക്തിയോടുകൂടി അവരോട് വാദിക്കാമായിരുന്നു. 1965 നടന്ന പോലെ, 71 നടന്നതുപോലെ. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിവിശേഷമില്ല. കാരണം നമുക്ക് 2 രാജ്യങ്ങൾക്കും അണുവായുധങ്ങളുണ്ട്. അപ്പോൾ ലോകത്തൊരിടത്തുമില്ല 2 അണുവായുധ രാജ്യങ്ങൾ അയൽക്കാരായി ശത്രുക്കളായി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ന്യൂക്ലിയർ വാർ, ഒരു അണുവായുധ യുദ്ധം ഉണ്ടാകുമെന്നും അങ്ങനെ അവർ ലോകത്തെ തന്നെ തകർക്കുമെന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരിനെ അവരൊരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടായി, പാലസ്റ്റൈനേക്കാളും മുൻപിലായിട്ടാണ് ലോകത്തുള്ള എല്ലാ
ഈ ത്രെറ്റ് പെർസെപ്ഷൻ, സ്വീഡനിലും അവിടെയൊക്കെ ഉള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ഉള്ള ഓർഗനൈസേഷൻസൊക്കെ പറയുന്നത് അവിടെയാണ് ലോകം അവസാനിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ആ ഭയമുള്ളത് കൊണ്ട് ഒരു യുദ്ധത്തിന് പോകാൻ നമ്മളെ ആരും സഹായിക്കുകയില്ല. പോരെങ്കിൽ നമുക്ക് നോൺ ഫസ്റ്റ് യൂസ് ഉണ്ടല്ലോ, നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ നമ്മളായിരിക്കില്ല ആദ്യം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ ഒരു ത്രെറ്റ് വന്നാൽ ഉടനെ തന്നെ അവർ പറയും ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുന്നത് പ്രസിഡന്റ് ട്രംപിൻ്റെയും പ്രസിഡന്റ് പുടിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഇന്ത്യയിലും ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും അടുത്ത നിമിഷങ്ങൾക്കകം എത്തും. ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നത് ലോകത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് നമ്മളൊരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ യാതൊരു തരത്തിലുള്ള പിന്തുണയും എവിടെ നിന്നും ലഭിക്കുകയില്ല. എല്ലാവരും ഇത് വേണ്ട എന്ന് മാത്രമേ പറയുകയുള്ളൂ. ശരി, ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ശിവശങ്കറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ശിവശങ്കരൻ, ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി എങ്ങനെയാണ് രാജ്യം പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കൊരു വികാരമുണ്ട്. ഈ പുൽവാമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ രോഷം തന്നെയുണ്ട് പാകിസ്ഥാനെതിരെ, ഈ തീവ്രവാദികൾക്കെതിരെ ഒക്കെ തന്നെ. ഈ കാര്യത്തിൽ 4 തവണ 24 മണിക്കൂറിനകം, ഈ ആക്രമണം നടന്ന 24 മണിക്കൂറിനകം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പകരം വീട്ടും, നമ്മൾ ഇതിന് ചോദിക്കും എന്നൊക്കെ പറയുകയും ഉണ്ടായിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും പിന്തുണയും ഈ കാര്യത്തിൽ സർക്കാരിന് നൽകിയിട്ടുണ്ട്. എല്ലാ ജനതയും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. പക്ഷേ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ശ്രീ TP ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ആശങ്കകൾ നിലനിൽക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ധാരണാപശകുണ്ടെന്ന്. കാരണം ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ച ആദ്യ 2 കാര്യങ്ങൾ പോലെ തന്നെ ഒരു ടോട്ടൽ മിലിറ്ററി ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ ആർമി അറ്റാക്ക്, യുദ്ധം, അത് ഒരു ആധുനിക ലോകത്ത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്കറിയില്ല, അതിൻ്റെ ഞാനൊരു ആർമി അല്ലെങ്കിൽ വാർ എക്സ്പെർട്ട് അല്ല. അതിൻ്റെ പ്രിക്കോഷൻസും അതിൻ്റെ പ്രിപ്പറേഷൻസും സമയം വേണമെങ്കിൽ തന്നെ. പിന്നെ അതിൻ്റെ റിപ്രിക്കേഷൻസും വളരെ വലിയതായിരിക്കും. ഒരു പക്ഷേ ഒരു ഇതുവരെ ലോകം കാണാത്ത തേർഡ് ഒരു വേൾഡ് വാറിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് വാർ എക്സ്പേർട്സ് ആണ് നിശ്ചയിക്കേണ്ടത്. മിലിറ്ററി എക്സ്പേർട്സും അന്താരാഷ്ട്ര വിദഗ്ധരും ഇക്കാര്യത്തിൽ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിന് സമയം പിടിക്കുമെന്നാണ്. പക്ഷേ എനിക്ക് ശ്രീനിവാസ സാറിൻ്റെ വിപുലമായ, അദ്ദേഹത്തിന് അത്ര വലിയ അനുഭവ പമ്പത്തും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് വിയോജിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. എന്നിട്ട് ഞാൻ ലാലിൻ്റെ ആ ചോദ്യത്തിലേക്ക് വരാം. കാരണം കാശ്മീരി ജനത ഇന്ന് വളരെയധികം വിഷമത്തിലാണ്. അവർക്ക് വേണ്ടത്ര വികസനം വരുന്നില്ല, വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല, അവിടെ കേന്ദ്ര ഫണ്ട് വരുന്നില്ല എന്നുള്ളൊരു സൂചന ഉണ്ടായി. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കഴിഞ്ഞ 2 സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിലും 10% ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ആക്ച്വലി ലീവിങ് ടു ദ 1% ഓഫ് ദ ഇന്ത്യ പോപ്പുലേഷൻ. 1% വരുന്ന ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് 10% വരുന്ന കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കുമ്പോൾ എന്നിട്ടും അവർ തൃപ്തരല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അതിനെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം. 2, ഇതിനൊരു മിലിറ്ററി ഫുൾ സ്കെയിൽ ആക്ഷൻ വേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, ഒരുപക്ഷെ NDA ഗവൺമെൻറ് വരുന്നതിന് മുൻപ് തന്നെ ആർമി കൃത്യമായും വിദേശത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരായ ടെററിസ്റ്റിനെ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 5 വർഷം തന്നെ നമുക്കറിയാം വലിയ കാര്യമായ വിദേശത്തുനിന്ന് കയറി വന്ന് ആക്രമിക്കുന്നതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഡാറ്റ തന്നെ സൂചിപ്പിക്കുന്നത് 2005-ലും 2006-ലുമൊക്കെ 3000-ലും 4000-ലും അടുക്കം ആളുകൾ, സിവിലിയൻസ് ആയാലും ആംഡ് ഫോഴ്സ് ആയാലും മരിച്ചിരുന്നത് ഇന്ന് വന്നിട്ട് കഴിഞ്ഞ 2014 തൊട്ടുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു 200-ന് താഴെയും കഴിഞ്ഞ 2 വർഷം മാത്രമായിട്ട് 300-നടുത്തും മാത്രമായിട്ടുള്ള മരണസംഖ്യ എത്തിയിരിക്കുന്നു എന്നത് ഇവിടുത്തെ ആർമിയുടെ, ഇവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ, അവിടുത്തെ കാശ്മീരിലുള്ള ശക്തമായ നയങ്ങളുടെ വിജയമായി മാത്രം വേണം കാണാൻ. അപ്പോൾ അത്തരത്തിൽ മുന്നേറുകയാണ് കേരളവും രാജ്യവും ഒറ്റക്കെട്ടായി ഇവിടുത്തെ ഭരിക്കുന്ന സംസ്ഥാനം. അത് മോദി ഗവൺമെൻറ് മുൻപായാൽ പോലും അക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളൊന്നും വലിയ വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാശ്മീരിൽ ശക്തമായ നടപടി വേണം, അവിടുത്തെ ടെററിസം നിർത്തുക തന്നെ വേണം. നാം പഠിക്കേണ്ടത് അവിടെ ശക്തമായി നമ്മൾ വിദേശത്തെ ആർമിയെ നിയന്ത്രിക്കുന്നതിൽ, ടെററിസ്റ്റിനെ നിയന്ത്രിക്കുന്നതിൽ, പാക് ആക്രമികളുടെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ISI അവിടുത്തെ സൈന്യത്തെ, അവിടുത്തെ സൈന്യവും രാജ്യവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചർച്ചാ വിഷയം.
അപ്പോൾ അവിടുത്തെ രാജ്യത്തിൻ്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ടെററിസ്റ്റിനെയും പട്ടാളക്കാരെയും നിയന്ത്രിക്കുന്നതിൽ നമ്മളുടെ ആർമിയും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സും നമ്മളുടെ ഹോം മിനിസ്ട്രി CRPF ഗാർഡുകളടക്കം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ചരിത്രം കാണിക്കുന്നതും നമ്പറുകൾ കാണിക്കുന്നതും. രണ്ടാമത്തെ കാര്യം, വി ഹാവ് ടു ഫേസ് അവർ ഇന്റേണൽ എനിമീസ്. ഒരു വളരെ ഒരു പ്രസക്തമായ ഒരു വാക്കുകൾ ഇവിടെ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം ദൈവമേ, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഒരു വിദേശ പണ്ഡിതൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നാം കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇന്ത്യക്കകത്തുള്ള ടെററിസത്തെയാണ്. അതും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇന്റേണൽ ടെററിസം. നമുക്കറിയാം കോഴിക്കോടും കണ്ണൂരും എറണാകുളത്തുമെല്ലാം ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിസ്റ്റ്, നമ്മളുടെ കളക്ട്രേറ്റ് പോലും എറണാകുളത്തെയും കോഴിക്കോടെയും കളക്ട്രേറ്റ് പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അത് മാറിയിരിക്കുന്നു. എത്രയോ മാസങ്ങളായി, എത്രയോ വർഷങ്ങളായി അത്തരത്തിലുള്ള അക്രമങ്ങളില്ല. എല്ലാ അക്രമങ്ങളും കാശ്മീരിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്നു. അവിടെയും കൃത്യമായ വ്യക്തമാണ് ആ സൂചന എങ്ങോട്ടേക്കാണ് എന്നുള്ളത്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ശ്രീ TP ശ്രീനിവാസൻ പറഞ്ഞത് എങ്ങനെ മറുപടി കൊടുക്കണം, ഇന്നത്തെ പുൽവാമയിലെ ഈ ആക്രമണത്തിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് രാജ്യം ചോദിക്കുമ്പോൾ എന്താണ് സാധ്യത എന്നുള്ളതിൽ യുദ്ധത്തിന്റെ സാധ്യത ഒരുപക്ഷെ രണ്ട് ന്യൂക്ലിയർ ശക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ലോകം അനുവദിക്കില്ല. അതിനൊരു സാധ്യത ഇന്ത്യ എടുത്താൽ അതിന് സാധ്യത കുറവാണ് എന്നതാണ്, പിന്തുണയ്ക്ക് സാധ്യത കുറവാണ് എന്നതാണ്. പിന്നെയുള്ളത് നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ അദ്ദേഹം മൂന്നാമതൊരു കാര്യത്തിൽ എന്താണോ സൂചിപ്പിച്ചത് അതിനെയാണ് ഇപ്പോൾ ശ്രീ ശിവശങ്കരൻ ഖണ്ഡിക്കാൻ ശ്രമിച്ചതും. അതായത് കാശ്മീരിലെ ആളുകൾക്ക് ഉള്ള ഒരു വിശ്വാസ്യതയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ നിലപാടെടുക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് ശ്രീ ശിവശങ്കരൻ ഇപ്പോൾ യുദ്ധത്തിനേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കാശ്മീരികൾ അകത്തുനിന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നതിലേക്കാണ് എത്തിയത്. ഭീകരവാദികൾ അകത്തുനിന്ന് തന്നെ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിലേക്കാണ് എത്തിയത്. പുറമേയുള്ള പ്രശ്നങ്ങളൊക്കെ ISI ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തടയാൻ സാധിച്ചിരിക്കുന്നു ഈ സർക്കാരിന് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ പാകിസ്ഥാനോട് ഒരു യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെട്ട് ഇപ്പോൾ ഒരു വാർണിംഗ് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയുടെ സർക്കാർ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഈ ശിവശങ്കരൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ, അകത്തുള്ളവരാണ് പ്രശ്നം, അതിനെയാണ് നിയന്ത്രിക്കേണ്ടത് എങ്കിൽ എന്തിനാണ് പിന്തുണ രാജ്യം മുഴുവൻ ഇപ്പോൾ സർക്കാരിന് കൊടുക്കുന്നത്? ശ്രീ PM സുരേഷ് ബാബു. രാജ്യത്തിലെ ജനസമൂഹം മുഴുവൻ ഈ ഒരു മരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അക്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ ധീര ജവാന്മാർക്ക് ഉണ്ടായ ജീവഹാനിയുടെ പശ്ചാത്തലത്തിൽ കേഴുന്ന ഒരവസരമായതുകൊണ്ട് ആ കേഴലിനോടൊപ്പം ഒരു വേഴാമ്പലിനെ പോലെ നമ്മളും കേഴുകയാണ്, നമ്മുടെ രാജ്യവും കേഴുകയാണ്, നമ്മുടെ സമൂഹം കേഴുകയാണ്. അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ വെച്ചുകൊണ്ട് അതിനെ നമ്മൾ ചുരുക്കി കണ്ടിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ശിവശങ്കരൻ ചില കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണക്കുകൾ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ വളരെ സാമർഥ്യത്തോടു കൂടി അദ്ദേഹം ജനങ്ങളെ ധരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കാറുമുണ്ട്. 1% വരുന്ന ജനസംഖ്യക്ക് 10% വരുന്ന ഇന്ത്യയുടെ എക്സ്ചക്കറിലുള്ള പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രീ TPS സാറ് പറഞ്ഞത് യുക്തിസഹമല്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹം TPS പറഞ്ഞതിനെ കുറിച്ച് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പണത്തിൻ്റെ ബജറ്ററി അലോക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല തർക്കം. അത് ആരെ ഉദ്ദേശിച്ചാണ് കൊടുക്കുന്നത് എങ്കിൽ അവരിലേക്ക് അവർക്ക് വേണ്ടി അത് എത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാശ്മീരിൽ കാലാകാലങ്ങളായി, ഞാൻ ഈ ഒരു ഗവൺമെന്റിനെ കുറിച്ച് മാത്രമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാലാകാലങ്ങളായി കാശ്മീർ ജനതയെ ഉദ്ദേശിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നെത്തുന്ന അല്ലെങ്കിൽ അയക്കപ്പെടുന്ന വസ്തുക്കളും പണവും യഥാർത്ഥത്തിൽ അത് ആരുടെ കൈകളിൽ എത്തണോ അവരുടെ കൈകളിൽ എത്തുന്നില്ല. അതെങ്ങനെയാണ് അവിടുത്തെ അൺട്രസ്റ്റിന്റെ ഒരു കാരണമെന്ന് പൊതുസമൂഹം ധാരാളമായി വിലയിരുത്തിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശ്രീ TPS സൂചിപ്പിച്ച കാര്യം അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്
ഭരണകൂടത്തിന്റെ ആളുകൾ ഇപ്പോഴവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം പോലുമില്ല. അവിടെ ഭരിക്കുന്നത് ഗവർണറാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു പരിശോധന നടത്തുന്നതിന് പകരം ഈ ഒരു കണക്ക് പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ചത് കൊണ്ടോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ കാര്യമല്ല എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ ഒരു ആമുഖമായി പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രീ ടി.പി. ശ്രീനിവാസൻ അവർ പറഞ്ഞതിനോടാണ് പൂർണ്ണമായി യോജിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി വന്ന് 3 മാസത്തിനകം പൊക്രാൻ 2 പരീക്ഷണം നടത്തി. ഞാൻ മനസ്സിലാക്കിയത്, സബ്ജക്റ്റ് കറക്ഷൻ ശരിയാണെങ്കിൽ 5 ആണവ പരീക്ഷണങ്ങളാണ് അവിടെ നടന്നത് അല്ലെങ്കിൽ നടത്തിയത്. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ 6 ആണവ പരീക്ഷണങ്ങൾ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ട് ലോകരാജ്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അവഗണിക്കപ്പെടേണ്ട ശക്തിയല്ലെന്ന് പാകിസ്ഥാൻ കാണിച്ചു. ഒരാവശ്യവും ഇല്ലാതെയാണ് ഈ ഒരു ആണവ പരീക്ഷണം നടത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആണവ ശക്തി നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അത് ഒരു അസമയത്ത് പ്രകടിപ്പിക്കപ്പെട്ടു എന്ന ഒരു വേവലാതി എൻ്റെ മനസ്സിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അങ്ങനെ ആ 2 ആണവ ശത്രു രാജ്യങ്ങളായി നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ അന്ത്യം കുറിക്കാൻ സാധ്യമാകുന്ന തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നതായി ഗവൺമെന്റിൻ്റെതായ വക്താക്കളുടെ പ്രവചനങ്ങളും ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ ഭയപ്പെടുകയാണ്. അത് ആ ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമോ ഈ നാട്ടിലെ പട്ടാളത്തിന്റെ ആത്മവീര്യമോ കെടുത്തുന്ന ഒരു സമീപനമല്ല എൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അത് നിലനിർത്താൻ, പട്ടാളത്തിന്റെ ആത്മവീര്യം നിലനിർത്താൻ, ജനങ്ങളുടെ ആത്മവീര്യം നിലനിർത്താൻ ആവശ്യമായ യുക്തമായ ജനങ്ങൾക്ക് തൃപ്തികരമായ തിരിച്ചടി നൽകുമ്പോഴും ലോകത്തിന്റെ അന്ത്യം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് എനിക്ക് ആമുഖമായി നിരീക്ഷിക്കാനുള്ളത്. തിരിച്ചു വരാം. ശ്രീ എസ്.കെ. സജീഷ്, അപ്പോൾ ജനവികാരത്തിനൊപ്പം ഇപ്പോൾ നിൽക്കുമ്പോൾ ആ വികാരത്തിനൊപ്പം നിന്ന് ഇന്ത്യ ജയിക്കണമെങ്കിൽ, ഇന്ത്യ ഏതർത്ഥത്തിൽ ജയിക്കണമെങ്കിൽ എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെ വലിയൊരു ദേശീയ വിജയം ഇന്ത്യക്ക് ഉണ്ടാകണം എങ്കിൽ അതിന് ഒരു യുദ്ധത്തിലേക്ക് കടന്ന് ലോകത്തിന്റെ ശത്രുത പിടിച്ചു പറ്റുകയല്ല വേണ്ടത്, ലോകം ഇഷ്ടപ്പെടാത്തൊരു യുദ്ധത്തിലേക്ക് പോകുകയല്ല വേണ്ടത്, നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നൊരു കർത്തവ്യമാണ് ഉള്ളത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിരീക്ഷണമാണ് ശ്രീ ടി.പി. ശ്രീനിവാസൻ നടത്തിയത്. പക്ഷെ അതേസമയം കാശ്മീരിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാജ്യം മുഴുവൻ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ പിന്തുണ നൽകി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ പോക്ക് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആ പിന്തുണ എന്തിന് എന്നറിയിക്കേണ്ട കർത്തവ്യം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. എന്താണ് എസ്.കെ. സജീഷ്, നിങ്ങളുടെ പ്രസ്ഥാനമൊക്കെ ഈ കാര്യത്തിൽ നൽകുന്ന പിന്തുണയുടെ അടിസ്ഥാനം? പുൽവാമ രാജ്യത്തിനെതിരായ ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ അക്രമത്തെ അപലപിക്കുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് സർവകക്ഷി സംഘവും എല്ലാ കാര്യത്തിലും പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ സംഭവത്തെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താനോ പാടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഇന്ന് വരുന്ന സാഹചര്യമുണ്ട്. കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം, അതുപോലെ തന്നെ മതപരമായി ആളുകളെ ആക്രമിക്കാനും വേർതിരിക്കാനുമെല്ലാം ഇതിനെ ഉപയോഗപ്പെടുത്തുക. ഈ രാജ്യത്തെ സകല ജാതി മതത്തിൽപ്പെട്ട എല്ലാ ആളുകളും, വിശ്വസിക്കുന്നവരും അല്ലാത്തവരും എല്ലാമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ അക്രമത്തെ അപലപിക്കുകയും രാജ്യത്ത് ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിഭജിക്കാനോ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താനോ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇന്ന് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇത് വീരവാദങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താനോ ശ്രമിക്കുന്ന ഒരു തരത്തിലും ശരിയായ നടപടിയല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ആക്രമണത്തിൻ്റെ കാര്യം തന്നെ നേരത്തെ സൂചിപ്പിച്ച ശ്രീ ശിവശങ്കർ സൂചിപ്പിച്ച സമയത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായാലും അതുപോലെ തന്നെ സൈനികർ കൊല്ലപ്പെട്ടതായാലും തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായാലും നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഈ കാലയളവിൽ. അത് നമുക്കറിയാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ
2014 മുതൽ 2018 വരെയുള്ള റിപ്പോർട്ട് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാശ്മീരിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 93% വർദ്ധിച്ചു. അതുപോലെ തന്നെ ഭീകരാക്രമണം 176% വർദ്ധിച്ചു എന്നതാണ് 2014 മുതൽ 2018 വരെയുള്ള ഒരു സാഹചര്യം എന്ന് ഔപചാരികമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അത്തരം കാര്യങ്ങളിലേക്ക് പോയി ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമുക്കാവശ്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യം, ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് രാജ്യത്തിനെതിരായ തീവ്രവാദികളുടെ ആക്രമണത്തെ നാം പ്രതിരോധിക്കേണ്ടതുണ്ട്. ആക്രമണങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. ഓരോ രാജ്യത്തെയും ഭിന്നിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തകർക്കുകയും എല്ലാമാണ് ലക്ഷ്യം. ആ ലക്ഷ്യം വെക്കുന്നത് ലോകത്ത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ തന്നെയാണ്. അവിടെ ലക്ഷ്യം എല്ലാ രാജ്യങ്ങളിലേക്കും കടന്നു കയറുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലോകത്ത് സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ആ തകർച്ചയുടെ ഘട്ടത്തിലാണ്, 80കളുടെ അവസാനമെല്ലാമായിട്ടാണ് ലോകത്ത് ഇത്തരം ശക്തികൾ ഉയർന്നു വരുന്നത്. അത് ജനങ്ങളുടെ പൊതുവായ പോരാട്ടങ്ങളെ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ്. ആ ലക്ഷ്യമാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിനാണ് ലോകം മുഴുവൻ അവർ ശ്രമിക്കുന്നത്. എല്ലാ മതവർഗീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നത് അതിനാണ്. അപ്പോൾ തീവ്രവാദത്തെയും മതവർഗീയതയും എല്ലാം പ്രതിരോധിക്കാൻ നമുക്കാവശ്യം ജനതയാകെ ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് ഒറ്റക്കെട്ടായി നിൽക്കുക, രാജ്യത്തിനെതിരായ ആക്രമണത്തെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുക എന്നതാണ്. ആ പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്ന നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അത് നാം സ്വീകരിക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു വിശാലമായ ജനാധിപത്യ രാജ്യത്തിന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ശ്രീനിവാസൻ സാറ് ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങൾ. അത് നേരിട്ടുള്ള ആക്രമണമല്ല. ലോകത്തിൻ്റെ മുഴുവൻ, ലോകം എപ്പോഴും അംഗീകരിക്കുന്ന, ജനാധിപത്യത്തിൽ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം ലഭിക്കുന്ന രീതിയിൽ നമുക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ലോകത്തിന്റെ മുഴുവൻ പ്രതിഷേധം ഉയരുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്ന നയതന്ത്രപരമായ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം കാശ്മീരിലെ ജനങ്ങൾ, അവർ ഇന്ത്യയുടെ അവിഭാജ്യമായ ഘടകമാണ്. കാശ്മീരും കാശ്മീരിലെ ജനങ്ങളും അവരെ പൂർണ്ണമായും ഈ രാജ്യത്തിന്റെ കൂടെ നിർത്താനും അവരെ ഒരുമിപ്പിച്ച് നിർത്താനും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടുന്നവരായി കാശ്മീരി ജനതയെ മാറ്റിയെടുക്കാനുമുള്ള നല്ല പരിശ്രമം അവർക്ക് അവിടെ നടത്തേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. ഒരു തരത്തിലുള്ള സംരക്ഷണവും ഈ രാജ്യത്തിനകത്ത് നിന്ന് ഒരു തീവ്രവാദ TP ശ്രീനിവാസൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീ ശിവശങ്കരൻ. അദ്ദേഹം പറയുന്നതാണ് രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ ഈ സർവകക്ഷികളും ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ഈ കാശ്മീരികളോട് യുദ്ധം ചെയ്യാനാണ്, അല്ലെങ്കിൽ രാജ്യത്തിനകത്താണ് ഇപ്പോൾ ശത്രുക്കൾ, യുദ്ധം അകത്താണ് നടക്കേണ്ടത് എന്നൊരു വാദം ശ്രീ ശിവശങ്കരൻ നടത്തിയിട്ടുണ്ട്. അതിനോടാണ് ഇപ്പോൾ പിന്തുണ എന്ന് വായിക്കേണ്ടി വരും. അങ്ങനെയാണോ വേണ്ടത്? അല്ല, ശ്രീ ശിവശങ്കർ പറഞ്ഞതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് കാശ്മീരിലെല്ലാം നന്നായി നടക്കുന്നു, 1% ആളുകളുള്ള കാശ്മീരിൽ 10%. ഇതൊന്നും പുതിയതല്ല. കോൺഗ്രസ് ആദ്യകാലം മുതൽ തന്നെ കാശ്മീരികളെ പ്രീണിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഉള്ള പണമെല്ലാം അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. പെർ ഹെഡ് നമ്മൾ കാശ്മീരികൾക്ക് കൊടുത്തിരിക്കുന്ന വേറെ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിലും ഇല്ല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതാരാണ് ഈ ശത്രുക്കൾ? അവർ കാശ്മീരീസ് ആണോ? അവർ ഡിസാറ്റിസ്ഫൈഡ് ആണോ? പണത്തിൻ്റെ പേരിലല്ല കാശ്മീരിലൊരു പ്രശ്നമുള്ളത്. അതൊരു പ്രശ്നമേ അല്ല. എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ കാശ്മീർ പ്രശ്നത്തിൻ്റെ പരിഹാരത്തെപ്പറ്റി, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വലിയ പ്രശ്നം പരിഹരിക്കുമ്പോൾ കാശ്മീരിൻ്റെ ഉള്ളിലുള്ള സ്ഥിതി എന്തായിരിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കൂടുതൽ വഷളായിട്ടുണ്ടോ, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ഒരു വശത്ത് മിലിറ്ററി, രണ്ടാം വശത്ത് ഡിപ്ലോമാറ്റിക്, മൂന്നാമത്തേത് ഇൻറ്റേർണൽ സൊല്യൂഷൻ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ വലിയ വൈരുദ്ധ്യമായിപ്പോയി. ഇപ്പോൾ BJP ഗവൺമെൻറ് ശ്രമിച്ചില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. എത്രയോ ശ്രമങ്ങൾ നടത്തി. അടൽ ബിഹാരി വാജ്പേയി സമാധാന ചർച്ചയ്ക്ക് പോയപ്പോഴാണ് കാർഗിൽ യുദ്ധം ഉണ്ടായത്. അപ്പം നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സിനൊന്നും ഒരു റെസ്പോൺസും പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. അതിന് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? ഈ ബോംബ് പൊട്ടിച്ചത് ഒരു കാശ്മീരി ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അത് ആരായാലും, എവിടെ നിന്ന് വന്നതായാലും കൊള്ളാം, അയാൾ ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിനൊരു
ഒരു ഒരാളെ നിയമിച്ചിരുന്നല്ലോ, ഒരു മധ്യസ്ഥനായിട്ട് ഒരാളെ നിയമിച്ചു. അതിനെപ്പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. PDP ആയിട്ട് ചേർന്ന് BJP ഭരണത്തിൽ വന്ന ഒരു വലിയ സാക്രിഫൈസ് ആയിരുന്നു അവരെ സംബന്ധിച്ചോളം. ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്, അത് നടന്നില്ല. അപ്പോൾ ഇതൊന്നും ഒരു പാർട്ടിയുടെ തെറ്റാണെന്നല്ല എൻ്റെ അഭിപ്രായം. കാശ്മീരിലെ സ്ഥിതിവിശേഷം അത്ര ഗുരുതരമാണ്, അത്ര കോംപ്ലക്സ് ആണ്. ശ്രീ TP ശ്രീനിവാസൻ, താങ്കൾ പറഞ്ഞ വൈരുദ്ധ്യം എന്ന വാക്ക് തന്നെ ഞാൻ എടുക്കട്ടെ. അതായത് PDPയും BJPയും തമ്മിലുള്ള ബന്ധം വൈരുദ്ധ്യമാണ്. അവർക്ക് മനസ്സിൽ ഈ കാശ്മീരിനെ അല്ലെങ്കിൽ അതിർത്തിയെ ഒരു രീതിയിൽ നിർത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അത് അവർ മുമ്പ് UPA കാലഘട്ടത്തിൽ പാകിസ്ഥാനുമായി നടത്താൻ ശ്രമിച്ചിരുന്ന ഒരു ചർച്ചകളുടെയൊക്കെ ഘട്ടത്തിൽ അതിനെ എതിർത്തിരുന്നവരാണ് അവർ. BJPയുടെ നയം എന്താണെന്നുള്ളത് നമുക്കറിയാം. അധികാരത്തിലേക്ക് വന്നപ്പോൾ ചർച്ച തുടരാതിരിക്കാനും വയ്യ, എന്നാൽ തുടരുന്നതിന് ആത്മാർത്ഥത കാട്ടാനും വയ്യ. അങ്ങനെ ഒരു സ്ഥിതിയിൽ ഒരു വൈരുദ്ധ്യപരമായ ഒരു നയം അവർക്ക് ഈ അതിർത്തിയിൽ ഉണ്ടായിരുന്നു എന്ന് വായിക്കാമോ ശ്രീനിവാസൻ? അല്ല, നയത്തെപ്പറ്റിയല്ല ഞാൻ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. ഒരു വശത്ത് നമ്മളവിടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയുകയും അതേ സമയത്ത് തന്നെ യുദ്ധം ചെയ്യേണ്ടത് നമ്മളോടാണെന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ്. മറ്റ് യഥാർത്ഥത്തിൽ കാശ്മീരിൽ സമാധാനം കൊണ്ടുവരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടി വരുമ്പോൾ നമ്മൾ പറയും അവർ വിജയിച്ചിട്ടില്ല, മറ്റും നമ്മളാണ് കൂടുതൽ ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണ്? സമാധാനം പാലിക്കണമെങ്കിൽ ജനാധിപത്യം സ്ഥാപിക്കണം കാശ്മീരിൽ. അത് കോൺഗ്രസ് ഗവൺമെൻറ് പല കാലത്തും അതിന് അവർക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ചില തരത്തിലുള്ള ജനാധിപത്യ ഗവൺമെൻറ് വന്നപ്പോൾ കുറേയൊക്കെ സമാധാനമുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ, കാശ്മീരിന് വേണ്ടിയുള്ള പ്രത്യേക ഭരണഘടനാ നിയമങ്ങൾ, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമാധാനം പുലർത്താണെന്നാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ശ്രീ ശിവശങ്കരൻ, ഒരുപക്ഷെ പുൽവാമ ഉണ്ടായതിനു ശേഷം ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി രാജ്യത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് യുദ്ധത്തിലേക്കാണെങ്കിൽ യുദ്ധത്തിലേക്ക്, രാജ്യത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിന് എന്ത് നടപടിയാണ് എടുക്കുന്നത് അതിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണ തന്നതാണ്. അങ്ങനെ ഒരു പിന്തുണ ഒരുപക്ഷെ രാജ്യം പ്രതീക്ഷിച്ചതുപോലുമാണോ എന്ന കാര്യത്തിൽ വേണമെങ്കിൽ നമുക്കൊരു സംവാദമാകാവുന്നതാണ്. അങ്ങനെ ഇരിക്കെ ആ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീ TP ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് പോലെയൊക്കെ അമേരിക്ക പോലും രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിൽ ഇങ്ങനെ യുദ്ധം നടത്തുന്നതിനെ അംഗീകരിക്കുമോ? അവരായിരിക്കും ആദ്യം ഓടി ഡൽഹിയിലും ഇസ്ലാമാബാദിലും എത്തുക എന്നാണ് ശ്രീ ശ്രീനിവാസൻ തന്നെ ഒരു ലേഖനത്തിൽ എഴുതിയതായി ഞാൻ വായിച്ചത്. ഈ യുദ്ധം അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ആത്മാർത്ഥമായി ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ടെററിസത്തെ അവസാനിപ്പിക്കാൻ, ഒരു യുദ്ധത്തിന് ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാകില്ല എന്ന് വായിച്ചെടുക്കാം. അങ്ങനെയുള്ളപ്പോൾ അത് കാണുന്ന രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ യുദ്ധം എന്ന വാക്ക് ശ്രീ ശിവശങ്കരൻ താങ്കളുടെ വാക്കിൽ ഉണ്ടായി, താങ്കളുടെ നേരത്തെ ആ സംഭാഷണത്തിൽ ഉണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ വലിയ സംശയം ഉണ്ടാക്കുന്നത്. ആരോട് യുദ്ധം? അങ്ങനെ ഒരു യുദ്ധം ഇപ്പോൾ അകത്ത് നടക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരു ചർച്ച വരേണ്ടതുണ്ട് എന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങൾക്കത് ആണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന മാർഗം? അതിനാണോ നിങ്ങൾക്ക് പിന്തുണ വേണ്ടത്? ഇല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഒരു ഏറ്റവും അവിശുദ്ധമായ സ്വപ്നത്തിൽ പോലും യുദ്ധം എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം യുദ്ധം അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ ബോത്ത് കൺട്രീസ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധത്തിന് സാധ്യത കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ട്, ജനങ്ങളുടെ വികാരം യുദ്ധത്തിന് അനുകൂലമാണെങ്കിൽ പോലും യുദ്ധം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഒരു രാജ്യസ്നേഹിയായ ഭരണാധികാരിയുടെ ആദ്യ കർത്തവ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം യുദ്ധം ചെയ്യുക എന്നുള്ളത് വിഡ്ഢിത്തമായിരിക്കുമെന്ന് തോന്നുന്നു. യുദ്ധമല്ലാതെ പലവിധ ഒരു പാകിസ്ഥാനെ നിയന്ത്രിക്കാവുന്ന പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. അതിലൊന്നാണ് മറ്റേ MFN നിയന്ത്രിക്കുക പോലുള്ള മോസ്റ്റ് ഫോർവേഡ് നേഷൻ എന്നുള്ള പദ്ധതി എടുത്തു കളയുന്നതടക്കമുള്ള പല കാരണങ്ങളും. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധത്തിന് അനുകൂലമായും ഇന്നേതായാലും ഇന്ത്യയോടൊപ്പം 40ഓ അതിലധികമോ രാജ്യങ്ങളുണ്ട്. അത് ചൈനയ്ക്കെതിരെ നമ്മൾ ബോർഡറിലുള്ള ഒരു ടഫ് സിറ്റുവേഷൻ വന്നപ്പോഴും വിയറ്റ്നാം അടക്കമുള്ള 10 രാജ്യങ്ങൾ നമുക്ക് ചൈനയ്ക്ക് ചുറ്റും നമ്മളുടെ ഒപ്പം നിന്നിരുന്നു. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഇന്ത്യയുടെ ഒരു വിദേശ ബന്ധങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ നമുക്ക് യുദ്ധം അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ് എന്നുള്ള ചിന്ത എൻ്റെ ഭാഗത്തു നിന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്കറിയാം, ഞാൻ അതുകൊണ്ട് തന്നെയാണ് മറ്റു കാര്യങ്ങളിലേക്കൂടെ കടന്നത്. 9/11
9/11 എക്കോ വരുന്നുണ്ട്, ഒന്ന് നിയന്ത്രിക്കണം. 9/11 ശേഷം അമേരിക്കയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്ന് നാം ചിന്തിക്കണം. അതുപോലെ ശക്തമായ ഇന്റേണൽ സെക്യൂരിറ്റി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. 2, ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൻപൂരുള്ള അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനും അത്തരത്തിൽ അമേരിക്ക ചെയ്തതുപോലെ പാകിസ്ഥാനുള്ളിൽ ചെന്ന് തന്നെ അവരുടെ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുവാനുമുള്ള ശ്രദ്ധ നാം ചെലുത്തണം എന്നു തരത്തിലുള്ള ഒരു പോളിസി ആവാം, അല്ലെങ്കിൽ ഒരു തീരുമാനമാകാം ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പദ്ധതിയുടെ ഭാഗമല്ല. അത്തരത്തിൽ ഇപ്പോൾ MFN പോളിസി കളഞ്ഞാൽ, ഇപ്പോൾ ശ്രീനിവാസ് സാറിനൊക്കെ അതിന് കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും, ഈ ലാഹോറിൽ നിന്നുള്ള എക്സ്പോർട്ടിന്റെ 47% സിമെന്റും ഇന്ത്യയിലേക്കാണ്. അതായത് ശ്രീ ടി പി ശ്രീനിവാസിന്റെ ഒരു ലേഖനം ഞാൻ വായിച്ചത് വെച്ചിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഈ MFN കൊണ്ട് ഈ വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. MFN ഇപ്പോൾ പിൻവലിച്ചത് കൊണ്ട് ഒരു വലിയ ഗുണമൊന്നും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാൻ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. MFN പിൻവലിച്ചത് കൊണ്ട് ദോഷമുണ്ടാകണമെങ്കിൽ അവരുടെ സാമ്പത്തിക നിലയെ, അവരുടെ കച്ചവടത്തെ അത് ബാധിക്കണം. അങ്ങനെ ബാധിച്ചിട്ടില്ലാത്തൊരു സ്ഥിതിയിൽ MFN പിൻവലിച്ചു എന്നൊരു വലിയ ഖ്യാതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നാണ് ശ്രീനിവാസൻ എഴുതിയതായി ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ശിവശങ്കരൻ. അല്ലല്ല, അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ശരിയായിരിക്കാം, MFN പിൻവലിച്ചുകൊണ്ട് 1 ദിവസമോ 2 ദിവസമോ ഉണ്ടാവുന്ന ഒരു പദ്ധതിയല്ല. കാരണം അവിടെ എക്സ്പോർട്ടിനെ നിയന്ത്രിക്കുന്നതൊക്കെ നമുക്കറിയാം ഏത് ശക്തികളാണ്. അപ്പോൾ ഈ സിമെന്റിന്റെ ആയാലുമുള്ള പാകിസ്ഥാൻ പ്രൊഡക്ഷന്റെ 47% ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ചൈനയിലേക്ക് പോവാത്ത സ്ഥിതിക്ക് ഇറാനും മറ്റ് സൗദി രാജ്യങ്ങളും വാങ്ങിക്കാനും സാധ്യതയില്ല, അവിടെ ഇത്രയും ആവശ്യവുമില്ല. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള സാധനം വന്നാൽ ഭാവിയിൽ അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും. ഒരുപക്ഷെ പാകിസ്ഥാനിൽ അത്ര വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാവണമെന്ന് ഒരു ഇന്ത്യൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, തൊട്ടപ്പുറത്തുള്ള ബർമയിൽ നിന്ന് ഒരു 10,000 ഇൻസർജന്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ അഭയാർത്ഥികൾ വന്നപ്പോൾ നമ്മളുടെ നാട്ടിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത്രയേറെ നമുക്ക് ബോർഡർ ഇഷ്യൂ ഉള്ള സമയത്ത് അവിടെ നിന്ന് രാജസ്ഥാനിലൂടെയും പഞ്ചാബിലൂടെയും എല്ലാം ആളുകൾ കടന്നു വന്നാൽ അവിടെ പൂർണ്ണ ദരിദ്ര രാജ്യമായാൽ, അല്ലാണ്ട് തന്നെ അവരുടെ സ്ഥിതി വളരെ മോശമാണ്. അതിനെങ്ങനെ നേരിടും എന്ന അടക്കമുള്ള ആശങ്കകൾക്കൊപ്പം രാജ്യം കേന്ദ്ര സർക്കാരിനൊപ്പമുണ്ട്, ശ്രീ ശിവശങ്കറിന്റെ വർത്തമാനത്തിനും ഒപ്പമുണ്ട്. പക്ഷേ ശ്രീ ശിവശങ്കരൻ, താങ്കൾ നേരത്തെ പറഞ്ഞതിൽ ഊന്നിയ ചില കാര്യങ്ങൾ, അതായത് ഈ കശ്മീരികളോടുള്ള നയത്തിന്റെ കാര്യത്തിൽ, അത് നമ്മൾ എന്ത് നയമാണ് ഇപ്പോൾ തുടർന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതൊന്നും പോരാ എന്ന് എല്ലാവരും പറയുമ്പോൾ, നേരത്തെ ശ്രീ സജീഷ് ഉൾപ്പെടെ ഉള്ളവർ, ശ്രീ PM സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കശ്മീരികളെ നമ്മൾ എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യുക? അവരെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ? അവരാണ് പ്രശ്നമെന്ന് പറയാൻ സാധിക്കുമോ? ജിഹാദികൾക്കെതിരായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മുഴുവൻ നമുക്ക് എതിർക്കാൻ സാധിക്കുമോ? അതൊക്കെയാണോ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള പെട്ടെന്ന് അവർ അങ്ങനെ ഒരു വികാരത്തിന് അടിമപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സർക്കാരിന് അങ്ങനെ പോകാൻ സാധിക്കില്ല, രാജ്യത്തിന് അങ്ങനെ പോകാൻ സാധിക്കില്ല. താങ്കൾ ശരിയായി പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്താനും പറ്റില്ല. അപ്പോൾ എന്ത് രീതിയാണ് അവലംബിക്കുക? ഈ പിന്തുണയൊക്കെ വരുമ്പോൾ അതിനെ പോസിറ്റീവായി എങ്ങനെയാണ് കാശ്മീരിനെ കാണുക ഇനി അങ്ങോട്ട്? ഞാൻ വിട്ടുപോയ ഒരു വിഷയമാണ്, താങ്കൾ ഓർമ്മിച്ചതിന് നന്ദി. ഏതായാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാശ്മീരിലെ വിഘടനവാദികളുടെ തീവ്രവാദികളുടെ പ്രശ്നം അവർ റിസർവിൽ ഓടുന്ന ഒരു വണ്ടി പോലെയാണ്. അവരിപ്പോൾ സ്ലീപ്പിംഗ് സെൽസിനെയാണ് ഉപയോഗിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ IS-ഉം അവിടെ സിറിയയിലായാലും ഇവിടെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ജെയ്ഷയും എല്ലാം സാമ്പത്തികമായും മറ്റു രീതിയിലും ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്ക അടക്കമും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ ക്രോസ് ചെയ്തിരിക്കുന്നു. ചൈന മാത്രമാണ് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം അടിയിലൂടെ ഇങ്ങോട്ട് നൽകുന്നത്. അപ്പോൾ സാമ്പത്തികമായും സൈനികമായും ജെയ്ഷെ അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. അവർ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ അകത്ത് തന്നെ അവർ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടുള്ള സ്ലീപ്പിംഗ് സെല്ലിനെ ഉപയോഗിച്ചിട്ടുള്ള ISI മോഡലുള്ള ആക്രമണമാണ്. അതും നമുക്ക് നിയന്ത്രിക്കപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഈ ഫേസ് ചെയ്തിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ന് ഇന്ത്യക്ക് ഒരു പ്രത്യേക പ്രശ്നം കൂടിയുണ്ട്. കാരണം അഫ്ഗാനിൽ നിന്ന് കഴിഞ്ഞ ഈ പുതിയ US സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി അവിടെ നിന്ന് US മറൈൻസ് അവർ പോകുന്നു, അല്ലെങ്കിൽ അവിടെ ശക്തമായ ആക്രമണങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു, ഇൻസർജൻസി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്കുള്ള ഏക ആക്രമണ മുഖം കാശ്മീരിലേക്കായി മാറിയിരിക്കുന്നു എന്നതും കൂടെ കൂട്ടി വായിച്ചാൽ ഇവിടെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. അവർക്കിന്ന് ഏകജാലകമായ ഏകമുഖമായ ഒരു ആക്രമണ പദ്ധതി കാശ്മീരിലേക്കാണ് എന്നുള്ളതാണ് അഫ്ഗാനും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ എണ്ണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വളരെ കൂടുന്നതും ഇവിടെ സ്ലീപ്പിംഗ് സെൽ അടക്കമുള്ള ഇന്റേണൽ സർജൻസിനെ അവർ ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ദിവസമായി ഇത്ര ശക്തമായ ആക്രമണം. പിന്നെ കാഴ്ചപ്പാടിനെയൊക്കെ എങ്ങനെയാണ് കോൺഗ്രസും ഇടതു പാർട്ടികളും ഒക്കെ കാണുന്നത് കൂടി ഒന്ന് അറിയട്ടെ, സമയത്തിന്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ
ശ്രീ ശിവശങ്കരനൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ കുറേ നാളുകളായി തീവ്രവാദത്തിന്റെ ഒരു മുഖം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജെയ്ഷെ മുഹമ്മദ് ഒക്കെ ഇപ്പോൾ കാശ്മീരിനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇപ്പോൾ കണ്ടെത്തുമ്പോൾ 40 ജീവനുകളൊക്കെ പോയി നിൽക്കുന്നതിന് ശേഷം വരുന്ന ചർച്ചകൾക്കൊടുവിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പിന്തുണ അർപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ തിരിച്ചറിയുന്നതാണ് ഇത് എങ്കിൽ പാളിച്ചകൾ ഉണ്ടായില്ലേ നേരത്തെ അതിൽ മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിൽ എന്ന ചർച്ചയിലേക്കൊക്കെ പോകാമല്ലോ. അതിന് സമയമായോ? അതോ ഈ ധാരണകളൊക്കെ ആണോ ഇപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ വരേണ്ടത്, രാജ്യം മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് എന്ന കാര്യത്തിൽ പിന്തുണ അർപ്പിച്ച് വീണ്ടും പിൻവലിയുമോ കോൺഗ്രസും? അല്ല, നമുക്കതിനകത്ത് പിന്തുണ അർപ്പിക്കുമ്പോൾ യാതൊരു റിസർവേഷനും ഇല്ല, അങ്ങനെ ഒരു ചിന്താഗതിയും ഇല്ല. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രത്തെ വിഭജനമാക്കി നിർത്തണമെന്നുള്ള ഒരു ചിന്താഗതി ഈ കോൺഗ്രസിൻ്റെ സമീപനത്തിലില്ല. പക്ഷെ നമ്മളൊന്ന് കാണണം, സാധാരണഗതിയിൽ ഞാനിത് ഒരു ഭരണകൂടത്തിനെ മാത്രം വന്നിട്ടൊന്നും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മൾ 1947 സ്വാതന്ത്ര്യം കിട്ടി, 48 മുതൽക്ക് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അതിനെ പലതരത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധമുഖത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്, സമാധാനപരമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 പട്ടാളക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിയുതിർത്തുന്നത് സാധാരണഗതിയിൽ നമുക്ക് അനുഭവമുണ്ട്, റിപ്പോർട്ടുകളുണ്ട്, കാണുന്നുണ്ട്. അതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് തന്നെ നമുക്കിനെ വീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിപ്പുകേടുകൾ കൊണ്ട് നമ്മുടെ പട്ടാള ക്യാമ്പിനകത്ത് വന്ന് അക്രമം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഞാനത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറയുകയല്ല, പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പട്ടാള ക്യാമ്പുകളൊക്കെ സ്വതവേ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും എത്രയോ കിലോമീറ്റർ അകലത്തിലാണ് ഉണ്ടാവുക. ആ ക്യാമ്പിനകത്ത് തന്നെ അതിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് അതിൻ്റെയും ഒരു വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അവിടെ പോയി ആക്രമിച്ചു, നമ്മുടെ സൈനികരെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുള്ളതല്ലേ, നമ്മുടെ രാജ്യത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ശ്രദ്ധയില്ലായ്മ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയതും കേട്ടതും എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ജാമറുകളും കൊണ്ട് മുന്നിലും പിന്നിലും പോയിട്ട് മാത്രമാണ് സാധാരണഗതിയിൽ ഇത്തരം മിലിറ്ററി കൺവോയ് പോവുക, സിപ്പായി മൂവ്മെന്റ് നടക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ അത് മിലിറ്ററി ജാമർ ഉണ്ടായില്ല പോലും. അതേപോലെ തന്നെ ഒരു സിവിലിയൻ ഉദ്യോഗസ്ഥന്മാരുടെ അഡ്വാൻസ് പാർട്ടി പോയിട്ടില്ല പോലും. ഇങ്ങനെ ഒരു തരം അശ്രദ്ധ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണോ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നാണോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നാണോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വാർത്തകൾ വരുന്നതാണ്, ആ വരുന്ന വാർത്തകളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നേരിടാൻ, അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പോകുന്നതിന് പകരം ഒരു യുദ്ധമാണ് ഇനിയൊരു വഴി എന്ന് കണ്ടുപിടിച്ച് ഒരു വികാരപരമായി രാഷ്ട്രത്തെ കൊണ്ടുപോകുന്ന ഒരു നിലപാടിലേക്ക് പോയാൽ എത്രത്തോളം ഗുണകരമായിരിക്കും അത് ഈ രാജ്യത്തിന് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യത്തിലൊക്കെ വളരെ പരിണിതപ്രജ്ഞനായ ശ്രീ പി ശ്രീനിവാസൻ അവർകൾ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, സ്ട്രാറ്റജിക് പോയിന്റ്സിൽ നമ്മുടെ രാഷ്ട്രത്തിന് ലോകരാജ്യങ്ങൾ ഇപ്പോൾ 10-40 രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും നമ്മളൊരു ആക്ഷനിലേക്ക് നീങ്ങുമ്പോൾ അതിന് ആ പിന്തുണകൾ ഉണ്ടാവുകയില്ല എന്ന ഭയപ്പാടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഞാനും അത് സൂക്ഷിക്കുന്ന ആളാണ്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തപ്പെടും. ലോകത്തിൻ്റെ തന്നെ ഒരു തരം പതനത്തിലേക്ക് ഇത്തരം വൈകാരികമായ നീക്കങ്ങൾ, എടുത്തുചാട്ടങ്ങൾ കൊണ്ട് ഉണ്ടാകും. അത്തരമൊരു രീതിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഈ ഭരണകൂടത്തിൻ്റെതായി നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ആശങ്ക. മറ്റേതെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു വികാരപരമായി അതിനെ കൊണ്ടുപോകുമായിരുന്നില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരി, ശ്രീ എസ് കെ സജീഷ്, അപ്പോൾ ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ നേരത്തെ ശ്രീ ശിവശങ്കരനും താങ്കളുടെ അടുത്തിരുന്നു കൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, യുദ്ധത്തിലേക്കൊന്നും പോകാൻ ഒരു ബുദ്ധിയുള്ള ഭരണാധിപൻ ജനങ്ങളുടെ വികാരം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ രീതിയിൽ അകത്തെ ചില ആളുകളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അകത്താണ് പ്രശ്നം എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ആ ചർച്ച പോവുക എന്നുള്ളത് താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? അതുപോലെ ശ്രീ സുരേഷ് ബാബു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്, ഈ പത്താൻകോട്ടിലും ഉറിയിലും ഒക്കെ നടന്നത് എന്താണ്
ഒരു അശ്രദ്ധ അവിടെയൊക്കെ ഉണ്ടായി എന്നുള്ളത് പോലെ ഈ കാര്യത്തിലും ഒരു അശ്രദ്ധ ഉണ്ടായി എന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹവും എടുത്തു പറഞ്ഞു. ഈ 300 കിലോഗ്രാം എക്സ്പ്ലോസീവ്സ് ചെക്ക് ചെയ്യപ്പെടാതെ എങ്ങനെ ദേശീയപാതയിലേക്ക് എത്തി, ഫെയില്യൂർ, ഇന്റലിജൻസ് ഏജൻസികളുടെ ഫെയില്യൂർ ഉണ്ടായി എന്ന് പറയുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ട്രാവൽ പ്ലാനുകൾ, CRPF ജവാന്മാരുടെ ട്രാവൽ പ്ലാനുകൾ എങ്ങനെയാണ് ഇവർക്കൊക്കെ കിട്ടിയത് ഈ തീവ്രവാദികൾക്ക് എന്ന ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി എനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല, പക്ഷേ ഏഷ്യ ടൈംസ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്ത അനുസരിച്ച് അവരൊരു രേഖയും പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഈ CRPF ജവാന്മാർക്കും BSFകാർക്കും ഈ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി, ബറ്റാലിയൻ മാറുന്നതിന് വേണ്ടി, വേറെ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി അവർ ഹെലികോപ്റ്ററിൽ പോകാൻ അനുമതി ചോദിച്ചിരുന്നു. ഇത് റിസ്ക് ആണ്, റോഡ് വഴി പോകുന്നത്. ഹെലികോപ്റ്ററിൽ പോകാൻ അവർ അനുമതി ചോദിച്ചിരുന്നു, അത് നിഷേധിച്ചു എന്നുള്ളതിൻ്റെ രേഖ, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു രേഖ പുറത്തേക്ക് അവർ വിട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ചർച്ചയും കൂടി മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട സന്ദർഭം ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീ സജീഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാൻ, ഇതോ ചർച്ചയിലേക്ക് വരാതിരിക്കാൻ ഒരു യുദ്ധത്തിന്റെ ഭാഷ അകത്തോ പുറത്തോ എന്ന രീതിയിൽ ഉണ്ടാകാമല്ലോ, അതും ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കണോ? തീർച്ചയായും ഇങ്ങനെ ചില വിഷയങ്ങൾ വളരെ സജീവമായി തന്നെ മാധ്യമങ്ങളിലൂടെയും മറ്റു രീതിയിലുമെല്ലാം ഉയർന്നു വരുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സൈനികർ, ജവാന്മാർ മാറുന്ന സമയത്ത് ഒരു കോൺവോയിൽ 1000 പേരിൽ കൂടുതൽ ഉണ്ടാവരുത് എന്നാണ്. ഇത് 2547 പേരോ മറ്റോ ആണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ റിസ്ക് ഒഴിവാക്കുന്നതിനായി വ്യോമ ഹെലികോപ്റ്റർ ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീ സുരേഷ് ബാബുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. ചില സുരക്ഷാ വീഴ്ചയും എല്ലാമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എവിടെയാണ് വീഴ്ച വന്നത് എന്ന് പരിശോധിക്കപ്പെടണം. മാത്രമല്ല, ശ്രീ സുരേഷ് ബാബു പറഞ്ഞതിലെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഈ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ട ഒരു കാലഘട്ടം. രാജ്യത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ചെങ്കോട്ട ആക്രമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെടുന്നു. നമ്മുടെ ഒരു എയർ ഇന്ത്യ വിമാനം തന്നെ റാഞ്ചി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാർഗിലിൽ 40 കിലോമീറ്ററിലധികം ഇന്ത്യക്കകത്തേക്ക് പാക് സൈന്യം കടന്നു വന്നത് നമ്മൾ അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഉൾപ്പെടെ BJPക്ക് നേരെയുണ്ട്. അത് ഞാൻ ഉന്നയിക്കുന്നില്ല ഈ ഘട്ടത്തിൽ. പാർട്ടി പ്രസിഡന്റിൻ്റേത് ഉൾപ്പെടെയായി വന്നിട്ടുള്ള ബംഗാരു ലക്ഷ്മണന്റെ ഉൾപ്പെടെയുള്ള ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പത്താനംകോട്ട് ഉറി ആക്രമണം ഉൾപ്പെടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം ഉണ്ടായത് ഇവരീ പറയുന്ന വലിയ ദേശസ്നേഹമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ രാജ്യം ഭരിക്കുമ്പോഴാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി നാം കാണേണ്ടതുണ്ട്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി നിന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായി ഈ ആക്രമണത്തെ കാണുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനിടയിൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രയോഗം നടത്തുന്നതും തെറ്റാണ്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പിന്നെ കേന്ദ്രമന്ത്രി സെൽഫി എടുക്കുന്നതായാലും അല്ലെങ്കിൽ ജവാന്റെ ഭൗതിക ശരീരം വെച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഒരു റോഡ് ഷോ പോലെ കൈവീശി കാണിക്കുന്ന ഉൾപ്പെടെ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിലേക്ക് ആരും മാറാൻ വേണ്ടി പാടില്ല. ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഇതൊരു രാഷ്ട്രീയ അവസരമായി കണ്ടിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം. കാശ്മീരി സർവകലാശാലയിൽ അലിഗഡ് സർവകലാശാല 40ഓളം ആളുകൾ ആക്രമിക്കപ്പെട്ടത് VHPയുടെയും ബജരംഗ് ദളിന്റെയും എല്ലാം നേതൃത്വത്തിലാണ്. എന്താണ് ഈ മനുഷ്യർ എല്ലാം ആക്രമിക്കപ്പെടുന്ന വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നു. ഛത്തീസ്ഗഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാശ്മീരികളെ ഇറക്കി വിടുന്നു. നമ്മൾ കാണേണ്ടത് കാശ്മീരിൽ ജീവിക്കുന്ന ജനങ്ങളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? അല്ലല്ലോ. സൈന്യത്തെ ഉൾപ്പെടെ നല്ലവണ്ണം സഹായിക്കുന്നത് കാശ്മീരിലെ ജനതയല്ലേ. അവരുടെ ജീവൻ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ രാജ്യത്തിനെതിരായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ സൈന്യത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നതിൽ കാശ്മീരി ജനതയില്ലേ? അവരെ വേർതിരിച്ച് കാണേണ്ടതാണോ? അവരെ
ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കണ്ടുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവർ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി സംവിധാനങ്ങൾ ഉപയോഗിച്ച്, നമ്മുടെ പോലീസ് സംവിധാനവും ഇന്റലിജൻസ് സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുകയും അവരെ പിടിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തെ ആകെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായികപരമായ സമീപനം സ്വീകരിക്കുക, ആ രീതിയിൽ ആക്രമണം നടത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇത് മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അത് ഈ രാജ്യത്തിന് അപകടമാണ്. അതോടൊപ്പം തന്നെ ശ്രീനിവാസനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ശിവശങ്കറിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് പോവുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ശ്രീ ശിവശങ്കരൻ, ഈ പിന്തുണ രാജ്യം മുഴുവൻ തരുന്നത്, ഇന്നും ഓൺലൈനിലും ഒക്കെ കാണുന്നത്, യുദ്ധത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് അവരെ എതിർത്തുകൊണ്ടുള്ള വലിയ ആഹ്വാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധമെന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പുൽവാമയിലെ 40 ജീവനുകൾക്ക് പകരം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുന്നറിയിപ്പുകൾ പാകിസ്ഥാനൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയ പ്രസംഗങ്ങളൊക്കെ ചോര തിളപ്പിക്കുന്ന രീതിയിലൊക്കെ നടത്തുമ്പോഴും കഴിഞ്ഞത് എന്താണ് ചെയ്തത് എന്നതും, എവിടെയാണ് നമുക്ക് പ്രതിരോധത്തിന്റെ മേഖലയിൽ ഈ തുടർച്ചയായ പിഴവുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നിടത്തും ഒരു ചിന്തയ്ക്ക് കൂടിയുള്ള സമയമാണ്. അതും തിരുത്താൻ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും, തിരുത്താൻ തയ്യാറാകുന്നവർക്കൊപ്പം. അങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് കൂടി ഈ ഘട്ടത്തിൽ സ്ഥാനമുണ്ടോ? എനിക്ക് ലാലിൻ്റെ ചോദ്യത്തിലേക്ക് ഉത്തരമായിട്ട് വരണമെന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് തൊട്ടടുത്തിരുന്ന് ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളോട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നത് പൂർണ്ണമാവില്ല. അദ്ദേഹം പറഞ്ഞ, ഞാൻ 2 പ്രാവശ്യമായി ഇതിൻ്റെ ആർമി ഡീറ്റെയിൽസും യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ തന്നെ സ്ട്രിക്റ്റായിട്ട് പറയാൻ, രാഷ്ട്രീയ കാര്യങ്ങൾ വിട്ടു പറയാൻ വെച്ചത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയേണ്ടെന്ന് വെച്ചിട്ടാണ്. അദ്ദേഹം പറയുന്ന നേരത്തെ 2 കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് ഇൻഫാക്ട് ദർ ഇസ് എ ഡിപ്പ് ഇൻ ദ ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ ദ ജമ്മു കാശ്മീർ റൂൾ എന്ന് പറഞ്ഞ് എക്കണോമിക് ടൈംസ് കഴിഞ്ഞ ആഴ്ച ഒരു പുറത്തെ റിപ്പോർട്ട് അദ്ദേഹം വായിക്കണം. ഞാൻ എൻ്റെ ഡേറ്റും ടൈമും ഞാൻ അദ്ദേഹത്തിന് ഉടനെ തന്നെ കൈമാറാം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു ചെറിയ കുറവാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് MHAയുടെ ഡീറ്റെയിൽസ് വെച്ച് തന്നെ ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ്, അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. 2, ഇദ്ദേഹം പറഞ്ഞതുപോലെ, സുരേഷ് ബാബു പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം നമുക്കറിയാം. കഴിഞ്ഞ 10 ദിവസമായി അവിടെ എത്രത്തോളം മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നില്ല. ജവാന്മാർ എന്തുകൊണ്ട് ഇത്രയേറെ ഒരുമിച്ചുണ്ടായി, എന്തുകൊണ്ട് എയർ ട്രാഫിക് ഹെലികോപ്റ്റർ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതെല്ലാം കൃത്യമായ ഇൻഫർമേഷൻസ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. 3, അദ്ദേഹം പറഞ്ഞ ഉത്തരാഖണ്ഡിലും കാശ്മീരിലുമുള്ള ആക്രമണം. അശോക് കുമാർ DGP ലോ ആൻഡ് ഓർഡർ, അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ANI ഡീറ്റെയിൽസ് കിടപ്പുന്നുണ്ട്, ട്വിറ്ററിലും വന്നിട്ടുണ്ട്. അശോക് കുമാർ ADG ലോ ആൻഡ് ഓർഡർ ഉത്തരാഖണ്ഡ്, ദ ഇൻസിഡന്റ് ഓഫ് ദ സ്റ്റുഡൻറ് ബീങ് ട്രാപ്ഡ് ആൻഡ് ദ ഇഷ്യൂസ് ഹാസ് ബീൻ ഫോൾസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ആക്രമണമോ ഒന്നും യാതൊരു തരത്തിൽ ഉണ്ടായിട്ടില്ല. അത് പ്രതീക്ഷിച്ച ആൾക്കാർക്ക് നിരാശയാണ് വേണ്ടത്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. 2, ഇവിടെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു പലതും. പക്ഷേ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം വളരെ രഹസ്യമായി മറക്കാനും ശ്രമിക്കുന്നു. അതും കൂടി ഇതിനെ കൂട്ടി വായിക്കണം. നമുക്ക് ഒരു കാര്യവും കൂടെ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഞാൻ ഡീറ്റെയിലിൽ പോന്നിട്ടാണ്. നമ്മളുടെ സുഹൃത്തുക്കൾ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് യെച്ചൂരി സഖാവ് പറഞ്ഞപ്പോൾ അത് എനിക്ക് വേദനയുണ്ടായി. അതാണ് യഥാർത്ഥ മാനസിക അസുഖം. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിനെ കീറിമുറിക്കണമെന്നും കേരളത്തിനും വേണം സ്വാതന്ത്ര്യമെന്നും കാശ്മീരിനും വേണം സ്വാതന്ത്ര്യമെന്നും എവിടെ JNUവിലായാലും കേരളത്തിലായാലും മുദ്രാവാക്യം വിളിച്ചാൽ എനിക്ക് വേദനയുണ്ടാവും. അതിനോടും എനിക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യയിലെ സുരേഷ് ബാബു പറഞ്ഞതൊന്നും അത്തരത്തിലൊരു രാഷ്ട്രീയ അർത്ഥത്തിൽ എടുക്കേണ്ടതുമില്ലെന്നാണ് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ ശിവശങ്കരൻ, ഈ ദേശീയതയ്ക്ക് വേണ്ടി വലിയ അങ്ങ് ഉൾപ്പെടെയുള്ളവർ, പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ പുൽവാമയിൽ ഉണ്ടായ ധീരജവാന്മാരുടെ മൃത്യുവിന് പകരം നമ്മൾ ആരെയാണ് പകരം പിടിക്കേണ്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ പാകിസ്ഥാനെ കുറ്റം പറയുന്നുണ്ട്, ജെയ്ഷെ മുഹമ്മദിനെ കണ്ടെത്തുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശരി, പക്ഷെ അകത്ത് നമുക്ക് എന്താണ് ഒരു നടപടി പറയുമ്പോൾ നടക്കുന്ന നടപടികൾ ഇവിടെ കാശ്മീരികളിലേക്ക് ഊന്നുന്നു. അങ്ങ് തന്നെ തുടങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കുക, തെറ്റിദ്ധരിച്ചത് എങ്ങനെയാണ്? ശ്രീ TPS പോലും ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയത് എവിടെയാണ്? അങ്ങയുടെ ഒരു വാചകത്തിൽ വന്നത് അകത്തുള്ള ഒരു കാര്യത്തിന്റെ പുറമേക്കുള്ള പറച്ചിൽ തന്നെയാണല്ലോ. അതായത് 1% പേർക്ക് 10% ഫണ്ട് കൊടുക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ട് സർ. അതാണ് പ്രശ്നം. അതെവിടേക്ക് നമ്മളെ ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അവിടെയാണ് കശ്മീരികൾ പേടിക്കുന്നത് ഈ രാത്രിയിൽ. അവിടെയാണല്ല. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, ഒരൊറ്റ കാര്യം കൂടി.
ഞാൻ വളരെ മൃദുവായി സൂചിപ്പിച്ചോട്ടെ. കഴിഞ്ഞ മുഫ്തി സെയ്ദ് മുഹമ്മദിന്റെ ഒരു പ്രസ്താവന നാം സൂക്ഷിക്കണം. 3 പ്രാവശ്യം ബാരിയർ തകർത്തുകൊണ്ട് ട്രാക്ക് ചെയ്ത ഒരു മാരുതി വാനെ വെടിവെച്ചിട്ടതിന് അവിടുത്തെ കാശ്മീരിലെ കമാൻഡർ അടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥനടക്കം അനുഭവിക്ക് വേണ്ടുന്ന മാനസികമായും പൊളിറ്റിക്കലിയും ഒഫീഷ്യലി പ്രശ്നം. അദ്ദേഹം ഇന്ന് ജയിലിലാണ്. 3 ബാരിയർ ഇടിച്ച് തകർത്തു പോയ ഒരു വാനിനെ വെടിവെച്ചിട്ടതിന് അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അത് കാരണം ഇന്ന് ബാരിയർ ഇല്ല. അത് കാരണം ഇത്തരത്തിലുള്ള ട്രാഫിക് മൂവ്മെന്റ് ഈസി ആയിരിക്കുന്നു. ഈ കാര്യത്തിൽ നിന്ന് എന്ത് സൂചന കിട്ടുന്നു? രാജ്യത്തിന്റെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനയുടെ പ്രതിനിധികളാണ് രാജ്യത്തിന്റെ പ്രതിനിധികൾ എന്ന ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അവർ നൽകുന്ന സൂചന ചർച്ചയിലെങ്കിലും എന്താണ്? നമ്മൾ കൊടുക്കുന്ന പിന്തുണയ്ക്ക്, രാജ്യം മുഴുവൻ കൊടുക്കുന്ന പിന്തുണയ്ക്ക് അവർക്കൊരു ധാരണയ്ക്ക് കുറവുണ്ടോ എന്ന ഒരു അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. അത് ഇല്ല, അത് വേണ്ട എന്ന് ശ്രീ ശിവശങ്കരൻ പറഞ്ഞു. അങ്ങക്ക് ധാരണ കൃത്യമാണോ ഈ കാര്യത്തിൽ കിട്ടുന്ന മറുപടികളിൽ നിന്ന്? അതെ, ധാരണ വളരെ കൃത്യമാണ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഇന്ത്യയുടെ മുഴുവൻ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്തോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതിനുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അതല്ല പ്രശ്നം. നമ്മൾ എന്താണ് ഈ അപ്രോച്ചസ്, 3 അപ്രോച്ചസ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അതിലേതാണ് ഇഫക്റ്റീവ് ആകാൻ പോകുന്നതെന്നുള്ളതാണ്. ഈ 40 രാജ്യങ്ങൾ നമ്മളെ പിന്താങ്ങുന്നു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വായിച്ചാൽ അറിയാം, അതെല്ലാം ഐക്യരാഷ്ട്ര സംഘടനയിൽ പാകിസ്ഥാൻ കൂടി അംഗീകരിച്ച വാക്കുകളാണ്. സേഫ് ഹേവൻ കൊടുക്കാൻ പാടില്ല എന്ന് അമേരിക്ക പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം പാകിസ്ഥാനല്ല ഇതിൻ്റെ പിറകിൽ, മറ്റുള്ളവർ കുറ്റം ചെയ്തിട്ട് പാകിസ്ഥാനിൽ പോയി ഒളിച്ചിരിക്കുന്നതിനെയാണ് അമേരിക്ക എതിർത്തിരിക്കുന്നത്. അതുപോലെ ടെററിസം എന്തായാലും അതിനെതിരായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ ഉള്ള അവകാശമുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞ എന്താണ്? അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ചാർട്ടറിലുള്ളതാണ്. ഏത് ആക്രമണം ഉണ്ടായാലും സെൽഫ് ഡിഫെൻസിന്റെ റൈറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. പൊതുവെയുള്ള അപലപിക്കൽ മാത്രം അതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവരെല്ലാം നമ്മളെ സഹായിക്കും എന്നുള്ളൊരു ഇംപ്രഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ലേഖനം എഴുതിയതന്നെ അതുകൊണ്ടാണ്. ലിമിറ്റ്സ് ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. പവർ നമുക്കുണ്ടായാലും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ഇൻഫ്ലുവൻസ് ഉണ്ടായാലും അത് പ്രായോഗിക തലത്തിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 വഴിയിലും പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ടാണ് ഏത് തീരുമാനം പ്രധാനമന്ത്രി എടുത്താലും അതിന് പിന്താങ്ങൽ നൽകുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ശരി, അവസാനത്തെ 30 സെക്കൻഡുകൾ ഞാൻ ശ്രീ സുരേഷ് ബാബുവിനും ശ്രീ സജീഷിനും കൂടെ നൽകാൻ ശ്രമിക്കുകയാണ്. ശ്രീ ശിവശങ്കരൻ നേരത്തെ ഒന്ന് ഇടയ്ക്ക് അങ്കറി പറഞ്ഞതുകൊണ്ടാണ്, അദ്ദേഹത്തിന് പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. പക്ഷേ ശ്രീ സുരേഷ് ബാബു, ഇതാണ് ചോദ്യം. ഈ പറയുന്ന പിന്തുണയൊക്കെ കൊടുക്കുന്നത് വഴി പ്രധാനമന്ത്രിയും രാജ്യവും എവിടെയാണ് ഊന്നൽ നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു ധാരണ കൃത്യമായോ ഈ ചർച്ചയിൽ അങ്ങേക്ക്? ഞാൻ ഒരു നിഗമനത്തിലെത്താൻ ശ്രമിക്കുന്നത്, ശത്രു രാജ്യങ്ങളുമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല. മറിച്ച് ശ്രീ ശിവശങ്കരൻ സൂചിപ്പിക്കുന്നത് പോലെ രാജ്യത്തിനകത്തുണ്ട് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന ചില ശക്തികൾക്കെതിരെ, അതായത് ശക്തി എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടേണ്ടി വരും, ഒരു യുദ്ധം വേണ്ടിവരും എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരാമർശമാണ്. ശ്രീ സജീഷ്, താങ്കൾ ചിലപ്പോൾ ശ്രീ ശിവശങ്കരന്റെ തൊട്ടടുത്തിരുന്നത് കൊണ്ട് കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ടാകും. എങ്ങനെയാണ് താങ്കളുടെ ഒരു ധാരണ? വളരെ ചുരുക്കി. അതായത് ഈ രാജ്യത്ത് ഇപ്പോൾ ഒരു പ്രത്യേകതരം വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ വികാരത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയും ശരിയല്ല. ഇപ്പൊ നമുക്കറിയാം, രാജ്യത്തെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ BJPയുമായി വളരെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങളായിട്ടുള്ള റിപ്പബ്ലിക് TV ആയാലും ടൈംസ് നൗ ആയാലും ABP ന്യൂസ് ആയാലും ഇത്തരം മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു യുദ്ധവെറി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതി ഒരിക്കലും ശരിയല്ല. ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുകയും ഈ രാജ്യത്ത് ഏതെങ്കിലും രീതിയിൽ വർഗീയപരമായോ മറ്റേതെങ്കിലും രീതിയിലോ ജനങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും ഈ രാജ്യത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായി പ്രതിഷേധിക്കുകയും അതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആകെ അംഗീകാരം നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു തീവ്ര വികാരം, ശരി, അപ്പോൾ രാഷ്ട്രീയ വികാരങ്ങൾക്കല്ല സർവകക്ഷികളും രാജ്യവും പിന്തുണ നൽകുന്നത്. രാജ്യത്തിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്നുള്ളത് ബുദ്ധിപൂർവം ചെയ്യുന്നതാണ് ബുദ്ധിയുള്ള ഭരണാധിപന്മാർ എന്ന് മനസ്സിലാക്കുന്നവർ. പക്ഷേ രാഷ്ട്രീയം കളിക്കില്ല എന്ന പ്രതീക്ഷയാണ് പുൽവാമയിൽ ഇപ്പോഴും നമ്മൾ നിൽക്കുമ്പോഴും ആ വികാരത്തിൽ നിൽക്കുമ്പോഴും ന്യൂസ് ആൻഡ് വ്യൂസിനും വെച്ച് പുലർത്താനുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ TP ശ്രീനിവാസൻ, ശ്രീ
PM സുരേഷ് ബാബു, ശ്രീ ശിവശങ്കരൻ, ശ്രീ SK സജീഷ്. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.